നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലാഹയിലാണ്, ലാഹ വനത്തിനാണ്. അപ്പോൾ ഈ ശബരിമലയിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ശബരിമലയിലെ പ്രശ്നങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ബാധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ അടുത്തത് പിണറായി വിജയൻ്റെ ഭരണം തുടരുമോ, അതോ കോൺഗ്രസ് ആയിരിക്കുമോ ഭരിക്കാൻ പോകുന്നത്, ഈ BJPക്ക് എത്ര സീറ്റ് കിട്ടും, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിജയനാഥ് സാർ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ തന്നെ തുടരണം എന്നാണോ പത്മകുമാർ പറഞ്ഞു വരുന്നത്? ചിലപ്പോൾ ജനം തല്ലും കേട്ടോ. എന്തെങ്കിലുമായിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈ ലാഹ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ശബരിമലയുടെ താഴെയാണെന്ന് പറഞ്ഞാൽ മതി. തൊട്ട് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ പൂങ്കാവനം തുടങ്ങുക. അതായത് പൂങ്കാവനം എന്ന് പറഞ്ഞാൽ ശബരിമല 18 മലകളാണ് മൊത്തത്തിൽ ഇതിനെ പറയുന്നത്. പൂങ്കാവനം ഒന്നായി 18 മലകളെയും ചേർത്തുകൊണ്ട് 18 മലകളുടെ അധിപനായിട്ടാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ ശബരിമലയുടെ അടിവാരത്ത് വന്നു നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ കാര്യം, പത്തനംതിട്ട ജില്ലയിലെ ഈ ശബരിമല വിഷയം ചർച്ചയാകുമോ? തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഓരോരുത്തരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, യുവതീ പ്രവേശത്തിന്റെ കാര്യത്തിൽ വലിയ മുറിവല്ലേ ഏൽപ്പിച്ചത്? ആ മുറിവേൽപ്പിച്ചതിന്റെ ഒരു റിസൾട്ടാണ് 19 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് CPM കൃത്യമായി മനസ്സിലാക്കി. അവർ പറഞ്ഞല്ലോ, CPM അവര് പോളിറ്റ് ബ്യൂറോയും എല്ലാം ചേർന്ന് പറഞ്ഞല്ലോ, നമുക്ക് അതിനകത്ത് തൊട്ട് കളിച്ചതിൽ പ്രശ്നമായി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസമല്ലേ ദേവസ്വം ബോർഡിനെ കൊണ്ട് പറയിപ്പിച്ചത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണ്ട? മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആരാണ്? സർക്കാർ പറയും, നമ്മുടെ പിണറായി വിജയൻ സർക്കാർ പറയും. എങ്ങനെ പറയാൻ? അത്രയേ ഉള്ളൂ. എന്നിട്ട് ദേവസ്വം ബോർഡ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാർ അന്ന് പറഞ്ഞല്ലോ, കോടതി വിധി വന്നപ്പോൾ, ഇല്ല യുവതികളെ ഞങ്ങൾ ഇവിടെ കയറ്റത്തില്ല. ഉടനെ പത്മകുമാറിന് നോട്ടപ്പുള്ളിയാക്കി. എന്ത് പറ്റി? പത്മകുമാറിന് സ്ഥാനം പോയി. പിന്നെ പുള്ളിയുടെ താഴെ ഉണ്ടായിരുന്ന സെക്രട്ടറി കയറി പ്രസിഡന്റായി. സംസ്ഥാന സമ്മേളനത്തിൽ നിന്നൊക്കെ അവസാനം ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്തില്ലേ? പിന്നെ ഇപ്പം എത്ര 90 ദിവസമൊക്കെ ജയിലിൽ കിടന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് ഇവർക്കറിയാം ശബരിമല തൊട്ട് കളിച്ചാൽ പ്രശ്നമാകും എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ ഇവരുടെ വിചാരം എന്താണ്? പോയ വോട്ടുകൾ മുഴുവൻ തിരിച്ചു പിടിക്കുക. ആ ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്തായി അതിന്റെ റിസൾട്ട്? അയ്യപ്പ സംഗമത്തിൽ അത് അവർക്ക് തന്നെ തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ശബരിമലയിൽ തൊട്ട് കളിച്ചാൽ അതിന് ശിക്ഷയുണ്ടെന്ന് വിശ്വാസികൾ മനസ്സിലാക്കി. അവരുടെ വിശ്വാസം ഒന്നുകൂടെ കൂടി. തീർത്ഥാടകരുടെ എണ്ണം ശബരിമലയിൽ കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ എന്നും ശബരിമല ചർച്ച ചെയ്യുകയല്ലേ? പണ്ട് ശബരിമല എന്ന് പറഞ്ഞാൽ പിന്നെ വൃശ്ചികം, ധനു, മകരം മാസത്തിൽ ചർച്ച ചെയ്യുന്ന കേൾക്കുന്ന ഒന്നാണ്. ഇപ്പൊ ശബരിമല എന്നും ചർച്ച ചെയ്യുക. ശബരിമല വിഷയം ശരിയായിട്ടും പിന്നെ പാലക്കാട് തൊട്ട് പിന്നെ പാറശാല വരെ, അതുപോലെ അങ്ങനെ ആ ഒരു സംഭവം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുമെന്നും അത് വോട്ടായിട്ട് അവർക്കെതിരെ ആഞ്ഞടിക്കുമെന്നും സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. പത്മകുമാറെ, ഞാൻ പറയട്ടെ, ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലുള്ളവരൊക്കെ ആണെങ്കിൽ ശബരിമലയുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ്. അവര് ശബരിമലയ്ക്ക് പോകുന്നത് ഇന്നിപ്പോൾ ശബരിമലയ്ക്ക് പോകണോ, നമുക്ക് പോയേക്കാം എന്നും പറഞ്ഞങ്ങ് ഇറങ്ങും. പക്ഷേ ഈ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ളവരൊക്കെ, പത്മകുമാർ ചെങ്ങന്നൂർ സ്വദേശിയാണ്, പത്മകുമാർ ശബരിമലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്കൊക്കെ ശബരിമലയ്ക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അവർ 41 ദിവസം വ്രതമെടുത്തും അതിൻ്റേതായ ഒരു വലിയ പവിത്രമായ ഒരു ഇടമായിട്ടാണ് ശബരിമലയെ കാണുന്നത്. ആ ശബരിമലയെയാണ് ഇവർ തകർത്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കി. അതിൻ്റെ വേദന അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയെ തകർത്തവർക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടും. അത് UDF ആയാലും BJP ആയാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, UDF ആയിരിക്കുമോ അധികാരത്തിൽ വരുന്നത് എന്നൊരു ചോദ്യം വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിൽ UDFന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ ഇവിടെ BJP എന്ന് പറയുന്ന ഒരു NDA മുന്നണി കേരളത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെത്രത്തോളം മുന്നേറ്റം കുറിക്കുന്നു എന്നുള്ളത് നോക്കണം. ഇപ്പോൾ 30 മണ്ഡലങ്ങളിൽ, അതായത് 30,000 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് പറയുകയാണ്, 30,000 വോട്ടിന് മുകളിൽ പിടിച്ച ഇടങ്ങളിലൊക്കെ അതിശക്തമായ ത്രികോണ മത്സരത്തിൽ, ഈ അതിശക്തമായ ത്രികോണ മത്സരത്തിൽ പോകുമ്പം സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനൊരു സാധ്യത വരും.
ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഏതെങ്കിലും ഇപ്പം ഇടതുപക്ഷത്തിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ UDF വന്നു. UDF വന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കത്തില്ല, 100% പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ സാർ? എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. UDFന്റെ ഭരണം എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പം മന്ത്രിമാരുടെ കാര്യത്തിലായാലും ഇപ്പൊ UDF വരുവാണെന്ന് വെച്ചോ, 5 മന്ത്രിമാരെ അവർക്ക് വേണമെന്ന് പറയും. കോൺഗ്രസിൽ നിന്ന് ഇത്രയും നാളും കൊടി പിടിച്ചു നടന്ന മുസ്ലിംസിന് ഭരണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവരെ മന്ത്രിയാക്കാം, ഒരു 2 പേരെ അവരെയും മന്ത്രിയാക്കാം. അപ്പം തന്നെ 7 മന്ത്രിമാർ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വന്നു. അപ്പം തന്നെ ഇതിന്റെ ബാലൻസ് എല്ലാം തെറ്റില്ലേ? ഇപ്പോൾ ഒരു ബാലൻസ് പൊക്കോണ്ടിരിക്കുകയല്ലേ? UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. അല്ല, UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രി ആകണമെന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെയല്ലേ സാർ? അവർക്ക് വലിയ ഹോൾഡുണ്ട്. കാരണം ഇവരുടെയൊക്കെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നേരിട്ടൊരു ഫോണിൽ പറഞ്ഞാൽ മതി, ഇന്നയാള് മതി. ഇവിടുന്ന് പാണക്കാട് നിന്ന് സാദിഖ് അലി തങ്ങള് ഫോൺ വിളിച്ചാൽ അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി എഴുന്നേറ്റ് നിന്നായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഈ രാഹുൽ ഗാന്ധിയെയും ഈ പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ ജയിപ്പിച്ച് പാർലമെന്റിലെത്തിയത് ആരാ? വയനാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മുസ്ലിം ലീഗിന്റെ ആൾക്കാർ തന്നെ. അപ്പം മുസ്ലിം ലീഗിന് വലിയ നിർണായകമായ റോൾ ഉണ്ടെന്നുള്ളതാണ്. ഈ കോൺഗ്രസിൽ ഇടയ്ക്ക് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായല്ലോ ഇടയ്ക്ക്. ഇപ്പം കലഹമൊന്നും രംഗത്ത് വരുന്നില്ല. അന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാ ശമിപ്പിച്ചത്? ഇവിടെ പാണക്കാട് നിന്ന് വിളി അങ്ങോട്ട് ചെന്നു. ഇവിടെ ഒന്നുകിൽ ആദ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുക, അത് കഴിഞ്ഞിട്ട് മതി മുഖ്യമന്ത്രി ബഹളം എന്ന് പറഞ്ഞു. അപ്പം ലീഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അനുസരിച്ചു. കാരണം ലീഗിന് കാര്യം മനസ്സിലായി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാമോ, ഇനി അവർക്ക് പുറത്തു നിൽക്കാൻ കഴിയത്തില്ല. 10 വർഷമായി സഹിക്കാൻ കഴിയുന്നതല്ല, 5 വർഷമാണ് അവരുടെ മാക്സിമം. ഇതിന്റെ വേറൊരു വശം കൂടെ നോക്കണം. UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ ലീഗിന്റെ സ്ഥിതി എന്താകും? ലീഗ് എങ്ങോട്ടേക്ക് പോകും? ഇപ്പൊ സ്ഥിതി അങ്ങനെ വരികയാണെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ LDFിലേക്ക് ഒരു കൂട്ടത്തോടെ ഒഴുകി പോകത്തില്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് ചിലപ്പോൾ BJPയുടെ വാതിലിൽ മുട്ടും. ചിലപ്പോൾ അല്ല, ഇപ്പൊ UDF വരുവാണെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. സംശയം എന്തോ? ആരാണെന്ന് പേരും പറയാം, നമ്മൾ കുഞ്ഞാലിക്കുട്ടി. സംശയം എന്ത്? ഉപമുഖ്യമന്ത്രി കൂടാതെ 5 മന്ത്രിമാരുണ്ടാവും. പിന്നെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളറിയും, സാധാരണ ജനങ്ങൾ അറിയുന്നില്ല. നിരവധി കോർപ്പറേഷനുകളുണ്ട്, അതിൻ്റെയൊക്കെ അമരത്ത് വരും. മലപ്പുറം ജില്ല വിഭജിക്കും, പുതിയ ജില്ല വരും തിരൂർ കേന്ദ്രമായിട്ട്. ഇത് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇടയ്ക്ക് നമ്മുടെ സജി ചെറിയാൻ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിനകത്ത് യാഥാർത്ഥ്യമില്ല. കാരണം ഈ സമുദായത്തിന്റെ പിന്നാലെയാണ് ജനങ്ങൾ പോകുന്നത്, അങ്ങനെ പോകാൻ പാടില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അയാൾ പറഞ്ഞ കാര്യം ഇവിടെ നിങ്ങളത് നോക്കൂ, ഇവിടെ എല്ലാം ജനം ഇങ്ങനെ ഇതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയത്തിനെക്കാട്ടിലുപരി അവർ മതത്തിനെ മാത്രം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പോക്ക് എങ്ങോട്ടാണ്? ഇത് ചോദ്യമാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ജയിച്ച ആൾക്കാരുടെ പേര് പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ അതിനെന്താ കുഴപ്പം? അത് സത്യമല്ലേ? ഈ ലോകം എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് പറയുകയല്ലേ? കാരണം അതിനകത്ത് അത് എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ ആരും പറയാൻ പാടില്ല. ഇപ്പം 5 മന്ത്രിമാരെ കുറിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്താൽ നമ്മൾ മുസ്ലിം വിരുദ്ധത, നമുക്ക് ഇത് വിരുദ്ധതയില്ല, പക്ഷേ എല്ലാം ഒരു ബാലൻസിൽ പോകണം. ഇതൊരു പിന്നെ ഇപ്പം മുസ്ലിംസിൻ്റെ ഏറ്റവും വലിയ KM ഷാജിയെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ ധാരണയുണ്ടായിരുന്നു. KM ഷാജി അസന്നിഗ്ധോട്ട് പറയുവാണ്, ഞങ്ങൾക്ക് മതമാണ്. ഇത് ഒരു മതേതരത്വത്തിൻ്റെ കാര്യം കൂടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മുസ്ലിം എന്ന് കിടക്കുമ്പോൾ തന്നെ ഒരു വർഗീയ സ്വഭാവം വന്നിട്ടില്ലേ? ഇവരിപ്പോൾ ഇവരുടെ കൂടെ കൂട്ടിയിരിക്കുന്നത് ആരെയൊക്കെയാണ്? എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളെയും അവരുടെ കൊടക്കീഴിലില്ലേ? ജമാഅത്ത്, SDPI, PDP എല്ലാം ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇവരിപ്പോൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ്. ഈ ജോസ് കെ മാണി എപ്പുറത്ത് കൊണ്ടുവരുന്നതിന് ആരാണ്? വന്നില്ലല്ലോ, പക്ഷേ ശ്രമം നടത്തിയത് ആരാ? മുസ്ലിം ലീഗാണ് വലിയ അധ്വാനം നടത്തിയത്. മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഷുവർ സീറ്റാണ്. രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച് വിട്ടതുപോലെ ഞങ്ങൾ വിജയിപ്പിച്ചങ്ങ് തന്നേക്കാം. തിരുവമ്പാടി ഒരു നിവേദനം കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ അങ്ങ് ജയിപ്പിച്ചങ്ങ്. തിരുവമ്പാടി ഇപ്പോഴ് CPM-ന്റെ കൈവശമാണ് ഇരിക്കുന്നത്. അവിടുത്തെ CPM MLA-ക്ക് ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷെ അത് തിരിച്ചു പിടിക്കാവുന്നവർ കണക്കൂട്ടലുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണിയോട് പറഞ്ഞ തിരുവമ്പാടി വരാമെന്ന് പറഞ്ഞത്. പക്ഷേ ജോസ് കെ മാണി ഒരു വലിയ സമ്മർദ്ദത്തിൽ പെട്ടുപോയി. നമുക്കറിയാം, പിണറായി വിജയനും ഒക്കെ അതിനകത്ത് പാര വെച്ച് കളഞ്ഞു. കേരള കോൺഗ്രസിനെ പിളർത്തും എന്നുള്ള രീതിയിലായി.
ഉണ്ടായി. പക്ഷേ ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് കത്തോലിക്ക സഭ വേണ്ട തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇനി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ജോസ് കെ മാണി ചാടി വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വരാം, ഇനി സമയമുണ്ട്. 13 സീറ്റ് ചോദിച്ചു, 13 സീറ്റ് കൊടുക്കാൻ. അതെ, എന്നാലും പക്ഷേ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും കാരണവശാൽ അടപടലം തകർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ കാര്യം എന്താകും? ജോസ് കെ മാണിക്ക് എന്തായാലും പാലയിൽ പ്രവേശമില്ല, അത് കാപ്പന് തന്നെയാണ്. പിന്നെ തിരുവമ്പാടിയോ മറ്റെവിടെയെങ്കിലോ പോയി. ജോസ് കെ മാണിയുടെ ഭാര്യയാണ് നിൽക്കുന്നെങ്കിലോ സാധ്യത കുറവാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. പിന്നെ അവിടെ പാലയിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജാണ്, PC ജോർജിന്റെ മകൻ. അതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ പറയും BJP എന്നുള്ളതല്ല, ഷോൺ ജോർജിന് അവിടെ വ്യക്തിപരമായിട്ടുള്ള വോട്ട് കാണും. ക്രൈസ്തവ വോട്ടുകൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും. കാരണം പ്രത്യേകിച്ച് ഷോൺ ജോർജും PC ജോർജും ആ പൂഞ്ഞാർ, പിന്നെ കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ക്രൈസ്തവരെ മുഴുവൻ ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ വളരെയധികം ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ നമ്മളത് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. BJPയിലെ ക്രൈസ്തവ മുഖങ്ങൾ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും തിരുവല്ലയിലും പാലയിലും എന്ന് പറയുന്നത് അത് ശക്തമായ ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നിൽ നിൽക്കുന്ന ആരാണ് സാർ? PC ജോർജാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഏതോ ഒരു സഭയിൽ തർക്കമുണ്ടല്ലോ, നരേന്ദ്രമോദി പറഞ്ഞില്ലേ ഞങ്ങൾ പരിഹരിക്കാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മള് അതൊരു പ്രധാന ഇപ്പൊ നോക്കിയോ, മലയോര സ്ഥലത്ത് നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ നോക്കിയോ, മിക്കവാറും ഈ ക്രൈസ്തവ മുഖങ്ങൾ BJPയിലുണ്ട്. അവർക്ക് ഈ റബ്ബർ കർഷകർക്ക് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. മലയോര മേഖലയിലെ കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇതിപ്പം റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ പോലെ സാറ് പറയരുത്. റിപ്പോർട്ടർ ചാനൽ രാവിലെ മുതൽ അടിച്ചു കയറ്റി ഇന്ന് നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് എന്ന് വെച്ചാൽ വല്ലാത്ത പ്രതീക്ഷ അങ്ങ് കൊടുത്തിട്ട് ജനത്തിനെ അവിടെ വെച്ചു. അതെന്തിനാണെന്നറിയാം അവരങ്ങനെ പറയുന്നത്? ഇത്രയൊക്കെ ഉണ്ടാകും ഇല്ലല്ല, എന്നെ റിപ്പോർട്ടറുമായിട്ട് ബന്ധപ്പെടുത്തരുത് കേട്ടോ. ഞാനിവിടെ പിന്നെ ഞാൻ അയ്യപ്പന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് ശബരിമല. അന്ന് ആലോചിക്കണം കേട്ടോ. കുമ്മനം രാജശേഖരൻ നേതൃത്വം കൊടുത്ത നിലയ്ക്കൽ സമരമായി, അതറിയാമല്ലോ. നിലയ്ക്കൽ തൊട്ടപ്പുറമാണ്. ഇപ്പൊ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയാലുണ്ടല്ലോ ഒരു 35 മിനിറ്റ് കൊണ്ട് നമുക്ക് പമ്പയിലെത്താം. അതിനപ്പുറത്തോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും പിന്നെ നമ്മൾ ഈ ശബരിമലയുടെ മണ്ണിൽ നിന്ന് നിൽക്കുമ്പോൾ ഞാനുള്ള കാര്യമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് അതെ, ഇതുപോലെ പ്രതീക്ഷ കൊടുത്ത് പിന്നെ ആ പ്രതീക്ഷ അവർക്കറിയാം അത്രയും കൊടുക്കത്തില്ല എന്നറിയാം. അതുകൊണ്ട് കയറ്റി അല്ല, ഇവരെന്താണെന്നറിയാമോ, ജനത്തിന്റെ മുന്നിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത്രയും വലിയ പ്രതീക്ഷിച്ചു എല്ലാം തരാൻ പോവാ. ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് പത്മകുമാറെ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരാം. അപ്പം ഈ കേരളത്തിന്റെ സ്ഥിതിയിൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ മലപ്പുറത്തുനിന്ന് പിന്നെ മുസ്ലിം ലീഗ് ഏതായാലും 20 സീറ്റ് കൊടുത്താൽ 20 സീറ്റ് കൊണ്ട് അവർ തിരിച്ചു വരും. അവരുടെ കൊടുക്കുന്ന സീറ്റ് അവർ കറക്റ്റായിട്ട് പിടിക്കും. ഇപ്പം നിലമ്പൂരിലുണ്ടായ വിജയത്തിൻ്റെ ഞാൻ അറിഞ്ഞത് പ്രധാന കാരണക്കാര് പിന്നെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എന്നാണ് പറയുന്നത്. അവർ കൃത്യമായിട്ട് അവർ പിടിച്ചെടുക്കും. നല്ല ഹോംവർക്ക് ഉണ്ട് അവർക്ക്, അത് കൊണ്ടുപോകും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 80 സീറ്റ് UDF നേടാനുള്ള സാധ്യത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത്. ഇനിയും ബാക്കി നിൽക്കുകയാണ് 1.5 മാസം. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മതി. 1.5 മിനിറ്റ് കൊണ്ടും പല സംഭവങ്ങളും മാറിമറിയാം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് പറയാൻ ഒരു 80 സീറ്റ് UDFനുള്ള സാധ്യതയുണ്ട്. BJP പോയാൽ ഒരു 5 സീറ്റ് വരെ എത്തും. ബാക്കി 5 സീറ്റ് എത്തും എന്നുള്ള ഉറപ്പാണോ? 5 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. പക്ഷേ ഒന്നുമില്ലാതെ BJP വരികയാണെന്നുണ്ടെങ്കിൽ BJP ഇവിടെ കച്ചവടം പൂട്ടി കെട്ടി കടയടച്ചേക്കുക, അതായിരിക്കും. അല്ല, പുള്ളി വളരെ നല്ല മനുഷ്യനാണെന്ന്, നല്ല മനുഷ്യനെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ കച്ചവടക്കാരനാണ്. അങ്ങോട്ട് 10 രൂപ ഇട്ടാൽ അത് 100 കിട്ടണം എന്ന് കണക്ക് കൂട്ടുന്ന ആളാണ്. അതുകൊണ്ടല്ലേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പുള്ളി പറഞ്ഞില്ലേ അവിടെ ആരും നിർത്തണ്ട, ഉടനെ ഇവിടെ ഉള്ളവന്മാരെല്ലാം ഹാലിളകിയില്ലേ? അതെന്താണ്? കച്ചവടക്കാരുടെ മനസ്സെപ്പോഴും എന്താണ് പോകുന്നത്? ഇവിടെ ഒരു കട, ഇവിടെ ഇപ്പൊ ശബരിമല പാതയല്ലേ നമ്മൾ ഇരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ കടയിട്ട ആര് വാങ്ങാനാ? എന്തിനാ? കഥയില്ലല്ലോ. അദ്ദേഹത്തിന് അറിയാം, ആ തരത്തിലാണ് പോയത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ 140 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു 40 മണ്ഡലങ്ങളിൽ മാത്രം നിർത്തി ഒരു 100 മണ്ഡലം മാറ്റി ഇട്ടാൽ ഈ 100 മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ BJPയെ സമീപിക്കുകയും
ചില ധാരണകൾ ഉണ്ടാക്കി ഒരു 10-25 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുകയും ചെയ്യില്ല. എന്തുകൊണ്ടാണ് BJPക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നാത്തത്? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 140 അടുത്ത് നിർത്തണം. കാരണം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുപോയി മലപ്പുറത്ത് ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്താൻ. കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ എത്ര വോട്ട് വാങ്ങിച്ചു? ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അവിടെ 50 വോട്ട് കൂടിയിരിക്കും. ഉറപ്പല്ലേ? ശോഭാ സുരേന്ദ്രനെ അറിയാവുന്നല്ലേ? അവിടെ ഇളക്കി മറിച്ച് ആകെ കൂടെ മാറ്റി. അല്ല, കാന്തപുരം നരേന്ദ്രമോദിയെ കണ്ടില്ലേ? കണ്ടു. എന്ത് പറ്റി? ആകാശം ഒഴിഞ്ഞു വീണോ? മർത്തോമാ സഭയുടെ അധിപനായിരുന്ന മാർ ക്രിസോസ്റ്റം തിരുമേനി നരേന്ദ്രമോദിയെ പോയി കണ്ടിട്ടുണ്ട്, അറിയാമോ? അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉടനെ പറഞ്ഞത്, ഞാൻ മോദിയെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു, മോദിയെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പം ഇദ്ദേഹത്തിന് ഒരു സഹായിയും കൂടെ വേണമെന്നും പറഞ്ഞ് അന്ന് എഴുതി കൊടുത്തു. സഹായിയുമായിട്ടാണ് ചെന്നത്. അപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി പറയുകയാണ്, ഈ സഹായിയുമായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സഹായിയെ നരേന്ദ്രമോദി അങ്ങ് പിടിച്ചു മാറ്റി. എന്നിട്ട് മോദി എന്നെ അങ്ങ് കയ്യിലെടുത്തു. ഈ മോദി എന്നെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മൊത്തത്തിൽ ഈ കാന്തപുരം നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കളയാൻ പറ്റുമോ? കാന്തപുരമാണ് കണ്ടത്. പിന്നെ ഈ ഇടയ്ക്ക് പാത്രിയാർക്കീസ് കണ്ടില്ലേ? ഇപ്പം നോക്കിയാൽ നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ ബിഷപ്പുമാരുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ബിഷപ്പുമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായല്ലോ. അല്ലെ, ഈ പിന്നെ കേരളത്തിൽ ഇപ്പം 80 സീറ്റ് UDFന് കിട്ടും എന്ന് സാറ്. ഈ 80 എന്നുള്ളത് പിന്നെ പത്മകുമാറങ്ങ് മനസ്സിൽ കുറിച്ചിടേണ്ട. ഈ ചർച്ച ചെയ്യുന്നുള്ള സാഹചര്യത്തിൽ ആണ് ഞാനിത് പറയുന്നത്. 80-നകത്തുള്ളതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അല്ല, പുറമോട്ട് പോകാൻ പാടില്ലല്ലോ. പുറമോട്ട് പോയാൽ ഭരണം കിട്ടില്ലല്ലോ. അപ്പോൾ ഓർക്കണം, അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2026 കേരളം ആര് ഭരിക്കണമെന്നുള്ളത് ഞങ്ങൾ തീർച്ചപ്പെടുത്തുമെന്ന്, BJP തീർച്ചപ്പെടുത്തുമെന്ന്. പറഞ്ഞത് സുരേന്ദ്രനല്ല. സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞ് 35 സീറ്റ് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുമെന്ന്. ഇപ്പോഴും സുരേന്ദ്രനായിട്ട് ട്രോളുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് അമിത്ഷായാണ്. അമിത്ഷാ എന്ന് പറയുന്നത് രാക്ഷസനാണ്. എന്തിൻ്റെ കാര്യത്തിൽ? ബുദ്ധി രാക്ഷസനാണ്. അതുകൊണ്ട് പിന്നെ അതിനെ ആരും തൊട്ട് കളിച്ചില്ലല്ലോ. ഒരുത്തരും തൊട്ട് കളിച്ചില്ല. ഒന്നും ട്രോളാനും പോയില്ല. തൊട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം അമിത്ഷാ എന്ന് പറയുന്നത് ബുദ്ധിമാനാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിനകത്ത് എതിർചേരിയിലുള്ളവരാണെങ്കിൽ പോലും ബുദ്ധിരാക്ഷസന്മാരെ അംഗീകരിച്ചു കൊടുക്കണം. LDFും UDFും തുല്യമായിട്ട് നിൽക്കുകയും BJPക്ക് ഒരു 5 സീറ്റ് ഉണ്ടാവുകയും ചെയ്താൽ BJP പറയുന്നത് ഭരിക്കും എന്ന് സാർ വിചാരിക്കുകയാണോ? ഇപ്പം അത് പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിന് ചാടാം, മുസ്ലിം ലീഗിന് ചാടാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ ആൾക്കാർ. ഞാൻ ചോദിച്ചോട്ടെ, രണ്ട് പക്ഷത്തുമുള്ള ഘടകകക്ഷികളെല്ലാം അവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താ? ഭാവിയിൽ വളർന്നു വരാൻ പോകുന്ന കേരളത്തിലെ ഒരു മുന്നണിയിലേക്ക് വരും. കേരള കോൺഗ്രസ് ഒന്നും പെട്ടെന്നൊന്നും ഇല്ലാതാകത്തൊന്നുമില്ല. അവരുണ്ടാകും. കാരണം ക്രിസ്ത്യാനികളുള്ള കാലം വരെയും കേരള കോൺഗ്രസ് ഉണ്ടാകും. മുസ്ലിം ലീഗ് ഇല്ലാതാകും. കോൺഗ്രസ് ചിലപ്പോൾ ഇല്ലാതാകും. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കോൺഗ്രസ് ഇല്ലാതാകും. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ CPM കാലക്രമേണ ബംഗാളിലെയും ത്രിപുരയും പോലെ ആയിത്തീരും. പക്ഷേ അപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ തന്നെ എങ്ങോട്ടേക്ക് വരും? BJPയിലേക്ക് വരും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കാശ്മീരിൽ ഉണ്ടായിട്ടില്ലേ BJP ഭരിച്ചത്? ആരുമായിട്ട് ചേർന്നുകൊണ്ടാണ്? അപ്പോൾ ഇതാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. 80 സീറ്റ് UDFന് ഇന്നത്തെ അവസ്ഥയിൽ കിട്ടുമെന്നും ഒരു 5 സീറ്റ് BJPക്ക് കിട്ടുമെന്നും ബാക്കി സ്വതന്ത്രനോ LDFോ ഒക്കെ ആയിട്ട് ചേർന്ന് ബാക്കി സീറ്റുകളും പിടിക്കും എന്നുമാണ് ഇപ്പോൾ ഒരു കണക്കൂട്ടിലുള്ളത്. എന്തായാലും വരുന്ന ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് വരും. അപ്പോൾ എന്തൊക്കെ മാറ്റം സാറ് പറയുന്നതെന്ന് എനിക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ചർച്ചയും വേണ്ടി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.